അല്ല കോയക്ക, നിങ്ങളുടെ വീട്ടിന് മുമ്പിലേക്കുള്ള സ്ലാബ് ഇടൽ എന്തായി? ശരിക്കും പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പിന്റെ എന്റെ നേർക്കുള്ള ഗൂഢാലോചന സുഖത്. അല്ല എനിക്ക് തിരിയാത്ത അതല്ല, നിങ്ങൾക്ക് എതിരെ ഗൂഢാലോചന നടത്തിട്ട് ഓർക്ക് എന്ത് കാര്യം? അപ്പൊ അതല്ല ഈ പറഞ്ഞ. ഇതിപ്പോ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ പല കാര്യത്തിലും ഈ നേതാക്കന്മാര് വരുമ്പോ എന്റെ മുണ്ടിന്റെ മടക്കത്ത് അയച്ചിടലോ എനിക്കലോ ഇല്ല. കാരണം ഓരെന്റെ കുടുംബം നോക്കണില്ല. അപ്പൊ അവിടെ മുതൽ അങ്ങോട്ട് പിടിക്കാണ് എന്നോട് നേരെയുള്ള ഗൂഢാലോചന. ഇതൊന്നിപ്പോ അമ്മക്കറിയാത്തല്ല സുഖോ. കുറച്ച് വെള്ളം നിലെടുത്ത എന്താ മെമ്പറപ്പ നിങ്ങള് കാട്ടിക്കൂട്ടിയത്? അല്ല ഇങ്ങള് ഈ ആയുർവേദ ആശുപത്രിന്ന് ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കണ കാര്യം എന്താ എന്നെ അറിയിക്കാഞ്ഞ? എന്താന്ന് വരാതിരുന്ന അങ്ങോട്ട് വരാ പറഞ്ഞ ഞങ്ങളുണ്ടപ്പ എന്നോട് പറഞ്ഞേക്കണേ. പറഞ്ഞിണ്ടോ? എല്ലാരും പോണ ഒരു കാര്യം പറയാൻ എന്റെ ഇടയിൽ കൂടെ ദിക്ക് നേരെയുള്ള ഗൂഢാലോചനയോ? ഇത് നേവിക്കാരുടെ ഗൂഢാലോചന. ഇത് ഒരു വർത്താനം പറഞ്ഞതിന്റെ ഇടയിൽ ഞാൻ പല തവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യപ്പെട്ടൊരു കാര്യം വരുമ്പോ അപ്പ വിടും നേവി. ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഇക്കെതിരുള്ള ഗൂഢാലോചന പലവും ഉണ്ട്. അത് മരുങ്ങളാവരുത് മെമ്പറെ. എന്താ ഞാൻ ചെയ്തേ? അതാ പറഞ്ഞ ആയുർവേദ മരുന്ന് ഫ്രീ ആയിട്ട് അവിടുന്ന് കൊടുക്കണ്ട്. വട്ടച്ചൊറിയുള്ളതാണ്. ഇത്തിരി മരുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉപകാരമായിരുന്നു. നമ്മുടെ വാർഡിന്റെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അതില് മെസ്സേജ് വിട്ടിരുന്നല്ലോ. ഓ, വാർഡിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അല്ല, ഇതിപ്പോ നിങ്ങൾ എന്താ പറയണേ? എനിക്കിപ്പോ ആരോടും ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ കാര്യമില്ലല്ലോ. ഞാൻ ഇവിടുത്തെ മെമ്പർ അല്ലേ. ഉണ്ടാവും വ്യക്തിവൈരാഗ്യം നിങ്ങൾക്ക് എന്നോടുണ്ടാവും. ഞാൻ കോട്ട് ചെയ്യണില്ലല്ലോ. ഏത് വോട്ട് ചെയ്തില്ലേ? എന്തിനാ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ? ഞങ്ങൾക്കല്ല ആർക്കും വോട്ട് ചെയ്യണില്ല. നന്നായി. ഇപ്പൊ നിങ്ങള് ഒരു ഗുണമില്ലാത്ത ആൾക്കാർക്ക് ഇത് നോക്കിത് കണ്ടോ? ആശുപത്രി വരണം എന്നുള്ള മെസ്സേജ് കണ്ടോ? ഇട്ടുണ്ട്. അതൊക്കെ ഇട്ട് നിങ്ങൾ അതിന്റെ ചോടൊന്ന് നോക്കും. ഒരു 10,100,000 ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റാണ് ആ കിടക്കണത്. പിന്നെ ഇതൊക്കെ ചകഞ്ഞ് നോക്കിയിട്ട് നിങ്ങൾ ഇപ്പെട്ട ഈ ഇത് കാണപ്പോ ആർക്കപ്പെടാൻ സൗകര്യമുള്ളത്? ആൾക്കാർ ഗുഡ് മോർണിംഗ് ഇട്ടില്ല, നേരം പഴക്കില്ല എന്നുള്ള ധാരണയിലാണ് ആൾക്കാർ. ഏത് അല്ലേ? അല്ല, പിന്നെ അറിയിച്ചില്ല എന്ന് പറയണതിനോട് എനിക്ക് യോജിപ്പില്ല. അത്രയും ഞാൻ പറഞ്ഞോളൂ. അറിയിക്കാൻ തേച്ചിട്ടൊരു അറിയിക്കല് അതന്നെ. അപ്പൊ ഇതിപ്പോ എന്തായാലും ഞാൻ അറിയിച്ചതാണ്. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ആയിക്കോട്ടെ. എന്നാല് കഥയില്ലേ ജേടായിരുന്നു ഇജ്ജിപ്പോ എടുക്കാവണ്? ഞാൻ നമ്മളെ ബേബിയില്ലേ ഇലക്ട്രീഷ്യൻ, മൂപ്പര് മരിച്ചില്ലേ, വീട്ടിൽ പോവാ. ആ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ? നമ്മളെ ഗ്രൂപ്പിൽ ഇതിട്ടിന്ന് പറയുന്നത്. ഇതിന്റെ അകത്താണെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് പിറന്നാളല്ലേ ഉള്ളൂ. ഇത് അറിഞ്ഞിട്ടില്ല. ഇതാ കേട്ടോക്ക് മെമ്പറങ്ങളേത് ഇപ്പൊ പറഞ്ഞു കേട്ടോ. ഞാൻ അപ്പൊ അത് കാര്യം പറഞ്ഞ നാക്കുങ്ങളുടെ ഉള്ളിൽ കിട്ടില്ല. ഈ കാര്യമാണ് ഇപ്പൊ ഞങ്ങളും പറഞ്ഞത്. ഏത് നമുക്ക് പറയാം, അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളൊന്നും ഇനി ഇടരുതെന്ന്. എന്നാ ശരി. പോയിട്ട് ശരിയേ? അപ്പൊ നമുക്ക് പരിഹരിക്കാട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത് കേക്കുണ്ടോ നിങ്ങൾ? ഇത് മൂപ്പര വേറൊരു ഗൂഢാലോചനയാണ്. പരിഹരിക്കാൻ പറഞ്ഞില്ലേ? ഒരു പറയൽ തന്നെ ഉള്ളത്. പരിഹരിക്കൊന്നുമില്ല. ഇവരിപ്പോ 4ാമത്തെ കാര്യമാണ് പരിഹരിക്കാൻ പറഞ്ഞ് നടക്കാതെ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതൊന്ന് പരിഹരിക്കട്ടെ. ഈ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ നമുക്കും പറയാലോ. എന്തേ പ്രധാനപ്പെട്ട ആളല്ലേ? അതാ പറഞ്ഞത്. ഹലോ, ഇത് നമ്മുടെ വാർഡിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരറിയാൻ വേണ്ടിയിട്ട് പറയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യപ്പെട്ട കാര്യം മെസ്സേജായിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോട ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരും കുറേ ആൾക്കാർ. അത്യാവശ്യം കാര്യങ്ങൾ അറിയാനാണ് ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ്. അത് നോക്കിക്കോളി. അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് അങ്ങോട്ട് പൊളിയും. ഇല്ലെങ്കിൽ ഞാൻ പൊളിക്കും. അതുണ്ടാവുക. ഏത് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കേട്ടോളിയും വേണമെങ്കിൽ. ഏത് ആണ്ടാ പോട്ടെ. മൂപ്പരൊന്നും പറയണ്ട. നമ്മള് പറഞ്ഞാലും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് ഞാൻ എന്ത് ചെയ്യിച്ചുണ്ടോ? നമ്മുടെ ഈ വാർഡിലുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഞാൻ അങ്ങോട്ട് വിടും. ഏത്